ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് വിയാഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അതായത് കൂളിപ്പ്. അപ്പോൾ ഇന്ന് ഒരു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന അതായത് അഡൽറ്റ് വരെയുള്ള മാക്സിമം ആൾക്കാരും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ് ഈ കൂളിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലഹരി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് എന്താണ് കൂളിപ്പ്, ഇത് വെക്കുന്നുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, അപ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്താൽ പൊതുവേ റീച്ച് കുറവാന്ന് നമുക്കറിയാം. കാരണം ഇതേപോലത്തെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ കൂളിപ്പിനെ കുറിച്ച് ഒരു കൃത്യമായ അവയർനെസ് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂളിപ്പെല്ലാം ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോ ആയിട്ട് കിടക്കാം. അപ്പോൾ എന്താണ് കൂളിപ്പ്? കൂളിപ്പ് എന്താണെന്നുള്ളത് അതായത് ഇപ്പോഴുള്ള ജനറേഷനുള്ള ഏത് ചെറിയ കൊച്ചു തൊട്ട് വലിയവർക്ക് വരെ കൂളിപ്പ് എന്താണെന്നറിയാം. അതായത് 1980കളുടെ ബാക്കിലുള്ള ആൾക്കാർക്ക് മാത്രമോ ഈ കൂളിപ്പ് എന്താണെന്നുള്ള എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോഴുള്ള ജനറേഷനെല്ലാം കൂടുതലും ഉപയോഗിക്കുന്നതും കേട്ടുവരുന്നതും ഒരു ലഹരിയാണ് അതായത് ഈ കൂളിപ്പ് എന്ന് പറയുന്നത്. അതായത് കൂളിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അറിയാത്തവർക്ക്. അപ്പോൾ കൂളിപ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് പണ്ട് കാലത്തെല്ലാം തന്നെ നമ്മൾ 10 പൈസക്കെല്ലാം ഇത് പുളിമുട്ടായെല്ലാം മേടിച്ചുകൊണ്ടിരുന്നില്ലേ, അതേപോലെ തന്നെ അതായത് അതേ സൈസിൽ പോലെ തന്നെ ഡിഫറൻറ്റ് ഉണ്ടാവും. അതായത് പാക്കേജ് എല്ലാം ഡിഫറൻറ്റ് ആയിട്ട് ഒരു ലഹരി പദാർത്ഥമാണ്. അതായത് മോണേൻ്റെ ഇടയിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് ലഹരി അല്ലെങ്കിൽ അതായത് ഒരു സ്ട്രെസ് എല്ലാം റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഈ കൂളിപ്പ് വെക്കുന്നത് എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പോൾ കേരള ഗവൺമെന്റ് 2012 ഒരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ നിയമം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് കേരള ഗവൺമെന്റ് മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള ഗവൺമെന്റും ഈ നിയമം കൊണ്ടുവരുന്നു. നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുട്ക, പാൻ മസാല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ബാൻ ചെയ്യുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ കൂളിപ്പ് എന്ന് പറയുന്ന ഇതും. അപ്പോൾ ഇതും ബാൻ ചെയ്യുന്നു. ഇത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുറ്റുമുള്ള 100 മീറ്റർ പരിസരത്തിൽ അതായത് ഈ കൂളിപ്പോ സിഗരറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കർശന നിയമം കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അതായത് ആദ്യകാലങ്ങളിലെല്ലാം തന്നെ സ്കൂളിന്റെ അടുത്ത് തന്നെ പെട്ടിക്കട ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്കെല്ലാം തന്നെ സിഗരറ്റ് എല്ലാം തന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങാറുള്ളൂ. പക്ഷേ ഈ നിയമം വന്നേ പിന്നെയാണ് പല സ്ഥലത്തും തന്നെ ഈ പെട്ടിക്കടയെല്ലാം തന്നെ 100 മീറ്റർ അപ്പുറത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമം കൊണ്ടുവന്നിട്ടും ഇന്നും ആൾക്കാരുടെ ഇടയിൽ ഈ കൂളിപ്പ് എന്ന് പറയുന്ന ഈ സാധനത്തിന് ഉപയോഗം കുറഞ്ഞിട്ടില്ല, അത് കൂടുകയല്ലാണ്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ കൂളിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആദ്യം നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഈ കൂളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിൽ അതായത് ക്യാൻസർ വരാൻ സാധ്യതയുള്ള 30 തരം കെമിക്കൽസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഒന്ന് നിക്കോട്ടിൻ ആണ്. അതായത് നിക്കോട്ടിൻ ഒരു അഡിക്റ്റീവ് കെമിക്കൽസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 30 കെമിക്കൽസ് അതായത് ഈ ഒരു കൂളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഇൻഗ്രീഡിയൻറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്യാൻസർ വരാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ ഒരു കൂളിപ്പ് ഉപയോഗിക്കാൻ നിൽക്കുക. അപ്പോൾ കൂളിപ്പ് എടുത്ത് വായിൻ്റെ എവിടെയെങ്കിലും വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതായത് ടൊബാക്കോ നമ്മുടെ ബ്ലഡുമായി മിക്സ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ആ നിക്കോട്ടിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഈ ടൊബാക്കോയും നിക്കോട്ടിനും കൂടെ അവിടെ നമുക്ക് റിവേഴ്സ് പാത്വേ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ റിവേഴ്സ് പാത്വേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണ്ടെല്ലാം തന്നെ അതായത് ചോക്ലേറ്റ് എല്ലാം വാങ്ങി കഴിക്കാറോ. അപ്പോൾ ഈ ചോക്ലേറ്റ് വാങ്ങി കഴിക്കുമ്പോൾ എന്താണ് അതായത് നമ്മൾ ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതായത് ഒരു ചോക്ലേറ്റും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം തോന്നില്ലേ. ഇതെല്ലാം തന്നെ ഈ ഡോപ്പമൈൻ കാരണമാണ്. അപ്പോൾ ഈ ഡോപ്പമൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഫേവറേറ്റ് ആയ ഫിലിം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡോപ്പമൈൻ റിലീസ് ആവും, അല്ലെങ്കിൽ കാർട്ടൂൺ കാണുമ്പോൾ അതിന് ഡ്രസ്സ്, ഫുഡ് ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ ഡോപ്പമൈനാണ്. അപ്പോൾ നല്ല ഡോപ്പമൈൻ ഉണ്ട്, ചീത്ത ഡോപ്പമൈൻ ഉണ്ട്. അപ്പോൾ നല്ല ഡോപ്പമൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരാൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഡോപ്പമൈൻ വരും. അതൊക്കെ ഒരു നല്ല ഡോപ്പമൈൻ ആണ്. അത് എഫക്റ്റീവ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡോപ്പമൈൻ ആണ്. അപ്പോൾ ഈ കൂളിപ്പ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അതായത് ഈ നിക്കോട്ടിൻ നമ്മുടെ ബ്രെയിനിനെ അതായത് ഈ ടൊബാക്കോയും നിക്കോട്ടിൻ കൂടെ നമ്മുടെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്തിട്ട് അസറ്റൈൽകോളൈൻ റിസപ്റ്റർ എന്ന് പറയുന്ന അത് റിലീസ് ആക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് തന്നെ ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്ത് നമുക്ക് ആ സമയത്ത് അതായത് ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉള്ള സമയത്തായിരിക്കും ഈ കൂളിപ്പ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് തന്നെ ഈ ബ്രെയിനിലോട്ട് ഒരു കമാൻഡ് പോവുകയാണ് അതായത് ഒരു ഡോപ്പമൈൻ റിലീസ് ആവാൻ വേണ്ടി. അപ്പോൾ ഈ ഡോപ്പമൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് സന്തോഷം തരുന്ന ഒരു കെമിക്കലാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പമൈൻ റിലീസ് ആവാൻ പറയുന്നു. അപ്പോൾ ഈ ഡോപ്പമൈൻ റിലീസ് ആകുമ്പോൾ അപ്പോൾ നമ്മുടെ നേരത്തുള്ള അതായത് സ്ട്രെസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്ന് റിലീസ് ആയ പോലെ തോന്നും. അപ്പോൾ ആദ്യം വട്ടം അതായത് ഈ ഒരാൾ കൂളിപ്പ് വെക്കുക എന്ന് വെച്ചാൽ അവർക്ക് അതായത് സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ കൂളിപ്പ് വെക്കുമ്പോൾ അത് നല്ലൊരു ഫ്രീഡം കിട്ടുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അദ്ദേഹം വീണ്ടും ആ സ്ട്രെസ്സിലോട്ട് പോകുമ്പോൾ അതായത് ഈ കൂളിപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു നോർമൽ ആൾക്കാർക്ക് അതായത് നോർമൽ പീപ്പിൾസിലെല്ലാം തന്നെ ഈ അസറ്റൈൽകോളൈൻ റിസപ്റ്റർ എന്ന് പറയുന്നത് ഇത് വളരെ കുറവായിരിക്കും ഉണ്ടാവുക.
അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡോപ്പമൈൻ റിലീസ് ആവാൻ വേണ്ടി ഇത് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ കൂളിപ്പെല്ലാം വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇത് കൂടുതലായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ടും ഇത് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൂടുതലായിട്ടും ഈ അസറ്റൈൽ ക്ലോറൈൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഇത് കൂടുതലും നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽസും അപ്പോൾ ഡോപ്പമൈൻ പെട്ടെന്ന് റിലീസ് ആവാൻ തുടങ്ങുമ്പോൾ അതായത് ആദ്യം 1 ഉപയോഗിച്ചവർക്ക് വീണ്ടും 2 ഉപയോഗിക്കേണ്ടി വരും, 2 ഉപയോഗിച്ചവർക്ക് 3 ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെ 3, 4 അതായത് ഈ 3, 4 എന്ന് പറയും. അപ്പോൾ ഇതും പറ്റാതെ ആകുമ്പോൾ അതായത് ഈ 3, 4 സ്റ്റേജിലോട്ടൊന്നും എത്തി മതിയാവാത്ത ആളാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്വതവേ അതായത് ഇതിൽ കൂടുതൽ വെക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് മെല്ലെ മെല്ലെ മറ്റൊരു ഡ്രഗ്സിലോട്ട് നീങ്ങാൻ തുടങ്ങും. അതായത് ഈ ഒരു ഡ്രഗ്സ് പോരാ എന്ന് അവരുടെ മനസ്സിലോട്ട് തന്നെ കമാൻഡ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിലും വലിയ ഏതാണോ അതിലോട്ട് മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അതായത് ഒന്നെങ്കിൽ കൂളിപ്പോ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സോ ഇല്ലാതെ ഒരു അവസ്ഥയിലോട്ട് എല്ലാവരും മാറും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചിലർ പറയും അതായത് എനിക്ക് ഈ കൂളിപ്പ് വെച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ എല്ലാം വരുന്നത്. അതായത് ക്ലാസ്സിൽ ഒരു കൂളിപ്പ് വെച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്ന് പറയുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം തന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ കൂളിപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബോഡിയിലെ ഈ ടെബാക്കോയും നിക്കോട്ടിനും കൂടി ചേർന്ന് അഡ്രീനൽ ഹോർമോൺ എല്ലാം തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കൂടുതലായിട്ടും ഡോപ്പമൈൻ റിലീസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിലുള്ള അതായത് ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് കൂടാൻ തുടങ്ങും. അതായത് നമുക്ക് നോർമൽ ഒരാൾക്ക് ബ്ലഡ് ഫ്ലോയിനെക്കാളും കൂടുതൽ ബ്ലഡ് ഫ്ലോ നമ്മൾ ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ അതായത് അവരുടെ ബ്ലഡ് ഫ്ലോ എല്ലാം കൂടാൻ തുടങ്ങും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് നല്ലതല്ലേ എന്ന് പലരും ചോദിക്കും, അതായത് കോൺസെൻട്രേഷൻ ബ്ലഡ് ഫ്ലോ എല്ലാം കൂടുന്നതിന്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഇത് നല്ലതായി തോന്നും. പക്ഷെ പിന്നീട് അതായത് ബ്ലഡ് ഫ്ലോ കൂടുതലാകുമ്പോൾ നമ്മുടെ ഹാർട്ടിന് അതായത് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ബ്ലഡ് ഫ്ലോ ആകുമ്പോൾ മെല്ലെ മെല്ലെ ഹാർട്ടും അതായത് കൂടുതലായിട്ടും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു മെഷീനും ഫെയിലിയർ ആവുന്ന പോലെ തന്നെ ഹാർട്ട് ഇതിൽ ഫെയിലിയർ ആവാൻ സാധ്യതകളുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതായത് കൂടുതലായിട്ടും ഹാർട്ട് വർക്ക് ആകുമ്പോൾ പിന്നെ ഹാർട്ടിനെ അതായത് പഴയ സ്റ്റേജിലോട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഇതുകൊണ്ട് ഹാർട്ടിൽ ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കൂളിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ലൂക്കോപ്ലാക്കിയ അതുപോലെ തന്നെ എരിത്രോപ്ലാക്കിയ എന്ന് പറയുന്ന സിംറ്റംസ് എല്ലാം വരാറും അതുപോലെ തന്നെ ഇത് പാൻക്രിയാസിലും സ്റ്റൊമക്കിലെല്ലാം തന്നെ ക്യാൻസർ വരാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കൂളിപ്പ് വെച്ച ആൾക്കാരെയും അതുപോലെ തന്നെ കൂളിപ്പ് വെക്കാത്ത ആൾക്കാരെയും അനലൈസ് ചെയ്ത് ഡോക്ടർമാർ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ കൂളിപ്പ് വെച്ച ആൾക്കാർക്ക് പാൻക്രിയാസിലും സ്റ്റൊമക്കിലെല്ലാം തന്നെ കൂടുതൽ അതായത് ഈ ക്യാൻസർ വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു നോർമൽ കുട്ടി 5ലോ 6ലോ ഒക്കെ പഠിക്കുമ്പോൾ അതായത് ഫ്രണ്ട്സ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ആളാവാനോ മാസ് കാണിക്കാനോ ഒക്കെയാണ് ഈ ഒരു കൂളിപ്പ് ആദ്യം യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ അവന്റെ സ്വഭാവത്തിൽ ഇത് അഡിക്റ്റഡ് ആയി മാറുന്നു. അതായത് ഈ നിക്കോട്ടിൻ ഇത് വർക്ക് ആവാൻ തുടങ്ങുന്നു. അതായത് എങ്ങനെ ഒരു മുട്ടായി 10 ദിവസം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം അദ്ദേഹം ആ മുട്ടായി കഴിച്ചില്ലെങ്കിൽ അവന് എന്തോ ഒരു അസ്വസ്ഥത വരും. അതേ രീതിയിൽ തന്നെയാണ് ഈ കൂളിപ്പും വർക്ക് ആവുന്നത്. അതായത് നിക്കോട്ടിൻ വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഈ നിക്കോട്ടിൻ മെല്ലെ മെല്ലെ അഡിക്റ്റ് ആവാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമൈൻ റിലീസ് ആവുന്നത് ആദ്യം വേഗം വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതായത് 1 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന സന്തോഷം അത് 1 മിനിറ്റ് കൊണ്ട് പറ്റാതെയാവും. അത് 2 മിനിറ്റിലോട്ട് മാറും, 3 മിനിറ്റിലോട്ട് മാറും. ഇതുകൊണ്ടെന്ന് വെച്ചാൽ അത് കൂടുതൽ ഈ കൂളിപ്പ് വെക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കൂളിപ്പ് കൊണ്ട് മാത്രം നമുക്ക് സന്തോഷം കിട്ടാതാവും. അപ്പോൾ നമ്മൾ എന്താവും അടുത്ത നിക്കോട്ടിൻ അതായത് ഇതിന്റെ ഏറ്റവും വലിയ ടൊബാക്കോ യൂസേഴ്സ് അടുത്ത നിക്കോട്ടിൻ ഏതിലാണോ ഉള്ളത് അതിലോട്ട് മെല്ലെ നമ്മുടെ സിറ്റുവേഷൻ മാറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അതായത് കൂളിപ്പ് എന്ന് പറയുന്നത് ആദ്യ സ്റ്റേജിങ്ങിൽ അതായത് ആൾക്കാർക്കെല്ലാം വലിയ ഡിഫറൻസ് ഒന്നും അവരുടെ ബോഡിയിൽ സാധിച്ചില്ലെങ്കിലും അറിയാൻ സാധിച്ചില്ലെങ്കിലും ഇത് മെല്ലെ അതായത് സ്ലോ പ്രോസസ് ആയിട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ടൊബാക്കോ യൂസ് ആണെന്ന് ഇപ്പോൾ എങ്ങാനും മനസ്സിലാവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന അതായത് ഒരാൾക്ക് 40 വയസ്സിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെല്ലാം അവർക്ക് 20 വയസ്സിൽ തന്നെ ഈ കൂളിപ്പ് ഉപയോഗിക്കുന്നവർക്ക് കാണാറും ഉണ്ട് എന്നാണ് പറയുന്നത്. കൂളിപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പരമാവധി ഇന്ന് തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക.